നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. RDX അടങ്ങിയ ഒരു മനുഷ്യ ചാവേർ ബോംബ് സ്ഥാപിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1:15 മുമ്പ് ജഡ്ജിമാരെ ഒഴിപ്പിക്കുക. കാസർഗോഡ് ജില്ലാ കോടതി സമുച്ചയത്തിൽ ബോംബ് സ്ഥാപിച്ചിട്ടുണ്ടെന്ന ഭീഷണി സന്ദേശമെത്തിയത് പരിഭ്രാന്തിക്കും ആശങ്കയ്ക്കും ഇടയാക്കി. ഇന്ന് പുലർച്ചെ 3:22 കോടതി സമുച്ചയത്തിൽ ബോംബ് വെച്ചതായി ഇമെയിൽ സന്ദേശമെത്തിയത്. കാസർഗോഡ് കുണിയ കോളേജിൽ കെട്ടിടത്തിന് മുകളിൽ കയറി വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ ഭീഷണി. BA അറബിക് 3ാം വർഷ വിദ്യാർത്ഥി അഹമ്മദ് ഷംഷാദാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. ഇന്ന് രാവിലെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് നോട്ടീസ് ഷംഷാദിന് ലഭിച്ചിരുന്നു. തുടർന്നാണ് വിദ്യാർത്ഥി കെട്ടിടത്തിന് മുകളിൽ കയറിയത്. കോളേജിലെ പുതിയ നിയമങ്ങൾക്കെതിരെ വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കാൻ ശ്രമിച്ചതിനാണ് ഷംഷാദിനെ സസ്പെൻഡ് ചെയ്തത്. പുല്ലൂർപെരിയ പഞ്ചായത്തിൽ BJP അംഗത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമാക്കുക വഴി കോൺഗ്രസിന്റെ മരണം സംഭവിച്ചിരിക്കുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ മത്സരിച്ച് വിജയിച്ച മെമ്പർമാരെ അനുമോദിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൊഗ്രാൽ പുത്തൂർ ചൌക്കി ഓട്ടോ തൊഴിലാളി സംഘടനയുടെ 3ാം വാർഷിക സമ്മേളനം നടന്നു. മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KA അബ്ദുള്ള കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു. വികസിത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമെന്ന് ഗവർണർ ആർലേക്കർ. കാഞ്ഞങ്ങാട് മഹാകവി S രമേശൻ നായർ സ്മൃതി ട്രസ്റ്റിന്റെ പുരസ്കാരം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുല്ലൂർപെരിയയിലും പൈവളികയിലും സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പിൽ BJP UDF കൂട്ടുകെട്ട്. സംഭവത്തിൽ വിമർശനവുമായി CPM രംഗത്തെത്തി. കോലി സഖ്യമെന്ന CPM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ വിമർശിച്ചു. സംഭവത്തിൽ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം നയം വ്യക്തമാക്കണമെന്നും ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടു. ചാമുണ്ടിക്കുന്ന് ശ്രീ വിഷ്ണു ചാമുണ്ടി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. വാർത്തകൾ വിശദമായി. RDX അടങ്ങിയ ഒരു മനുഷ്യ ചാവേർ ബോംബ് സ്ഥാപിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1:15 മുമ്പ് ജഡ്ജിമാരെ ഒഴിപ്പിക്കുക. കാസർഗോഡ് ജില്ലാ കോടതി സമുച്ചയത്തിൽ ബോംബ് സ്ഥാപിച്ചിട്ടുണ്ടെന്ന ഭീഷണി സന്ദേശം എത്തിയത് പരിഭ്രാന്തിക്കും ആശങ്കയ്ക്കും ഇടയാക്കി. ഇന്ന് പുലർച്ചെ 3:22 കോടതി സമുച്ചയത്തിൽ ബോംബ് വെച്ചതായി ഇമെയിൽ സന്ദേശം എത്തിയത്. കാസർഗോഡ് ജില്ലാ കോടതി സമുച്ചയത്തിൽ ബോംബ് സ്ഥാപിച്ചിട്ടുണ്ടെന്ന ഭീഷണി സന്ദേശമെത്തിയത് പരിഭ്രാന്തിക്കും ആശങ്കയ്ക്കും ഇടയാക്കി. ഇന്ന് പുലർച്ചെ 3:22 കോടതി സമുച്ചയത്തിൽ ബോംബ് വെച്ചതായി ഇമെയിൽ സന്ദേശമെത്തിയത്. നിങ്ങളുടെ കോടതി സമുച്ചയത്തിൽ 3 RDX അടങ്ങിയ ഒരു മനുഷ്യ ചാവേർ ബോംബ് സ്ഥാപിച്ചിട്ടുണ്ട്. സ്ഫോടനത്തിന് മുൻപ് ഉച്ചയ്ക്ക് 1:15 മുൻപായി ജഡ്ജിമാരെ ഒഴിപ്പിക്കുക എന്നതായിരുന്നു സന്ദേശം. ഭീഷണി സന്ദേശത്തെ തുടർന്ന് കോടതി പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. സന്ദേശം തമിഴ്നാട്ടിൽ നിന്നുമാണ് അയച്ചതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ജില്ലാ കോടതിയുടെ ഔദ്യോഗിക ഇമെയിൽ IDയിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത്. വിക്രം രാജഗുരു എന്ന ഇമെയിൽ വിലാസത്തിൽ നിന്നുമാണ് സന്ദേശം അയച്ചത്. സന്ദേശത്തിൽ 3 RDX IEDകൾ കോടതി കെട്ടിടത്തിൽ സ്ഥാപിച്ചതായും ഉച്ചയ്ക്ക് 1:15 ജഡ്ജിമാരെയും ജീവനക്കാരെയും ഒഴിപ്പിക്കണമെന്നുമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. RDX ധരിച്ച 2 പേർ കോടതി പരിസരത്ത് എത്തുമെന്നും സ്ഫോടനമുണ്ടാകുമെന്നുമുള്ള ഭീഷണിയും ഇമെയിലുണ്ട്. തമിഴ്നാട് പോലീസിനെയും ചില രാഷ്ട്രീയ സംഘടനകളെയും പരാമർശിക്കുന്ന നീണ്ട സന്ദേശമാണ് ഇമെയിലിൽ ഉള്ളത്. തമിഴ് ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന പേരിലാണ് ഭീഷണി സന്ദേശം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഭീഷണി ലഭിച്ചതിനെ തുടർന്ന് കോടതി ജീവനക്കാരെയും കേസുകൾക്കായി എത്തിയ കക്ഷികളെയും അഭിഭാഷകരെയും ഉൾപ്പെടെ എല്ലാവരെയും കോടതി പരിസരത്തു നിന്നും ഒഴിപ്പിച്ചു. തുടർന്ന് ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ചേർന്ന് വിശദമായ പരിശോധന നടത്തി. പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ നടപടികൾ കൈക്കൊണ്ടത്. പരിശോധനയിൽ ഭീഷണി സന്ദേശം വ്യാജമാണെന്ന് കണ്ടെത്തി. 1.5 മണിക്കൂർ നീണ്ട പരിശോധനയ്ക്ക് ശേഷം 12:30 കോടതിയുടെ പ്രവർത്തനം ആരംഭിച്ചത്. മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്ക് ശേഷമാണ് പിന്നീട് എല്ലാവരെയും കോടതി വളപ്പിലേക്ക് പ്രവേശിപ്പിച്ചത്. വക്കീലന്മാർ അതുപോലെ കക്ഷികളൊക്കെ 11 മണിയാകുമ്പോൾ തന്നെ എല്ലാവരും കോടതിയിലെത്തിയിരുന്നു. കോടതി ഇരിക്കാത്ത സാഹചര്യം വന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ എന്താ സംശയം തോന്നിയപ്പോഴും പോലീസുകാർ ഡോഗ് സ്ക്വാഡുമായിട്ട് വരാന്തയിലൊക്കെ വരുന്നത് കണ്ടത്. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഒരു ബോംബ് ത്രെട്ട് കോടതിക്കുണ്ട്. 11:15 വരെ 1:15 വരെ ഭീഷണിയുണ്ട്. തമിഴ്നാട്ടിലെ ഒരു മെയിലാണ് വന്നത്, കോർട്ടിലെ ഔദ്യോഗിക മെയിലിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പം സ്വാഭാവികമായിട്ടും
അപ്പം തന്നെ ഒരു 11:05 ആകുന്ന സമയത്ത് അഭിഭാഷകരെയും കോടതിയിൽ അകത്തുണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരെയും പുറത്തേക്ക് ഇറക്കി. പിന്നെ വിശദമായ പോലീസ് പരിശോധന നടത്തി. ഇപ്പം എല്ലാ കോർട്ട് ഹാളിലും അതുപോലെ ഓഫീസ് റൂം, കോടതി ബിൽഡിംഗ് മുഴുവൻ ഡോഗ് സ്ക്വാഡ് പരിശോധിച്ചു, പോലീസുകാർ പരിശോധിച്ചു. ഇപ്പം ബോംബൊന്നും ഇല്ലയെന്നാണ് അവർ മനസ്സിലാക്കുന്നത്. ഇപ്പം അഭിഭാഷകരെയും അതുപോലെ കോടതി സ്റ്റാഫിൻ്റെയും ജുഡീഷ്യൽ ഓഫീസർമാരൊക്കെ അകത്തേക്ക് അയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ എത്ര മണിക്ക് സിറ്റിംഗ് തുടങ്ങുമെന്ന് അറിയില്ല. എല്ലാവരും ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്യാണ് കോടതി പറഞ്ഞ സമയത്ത് അകത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട്. എന്താണ് സാധാരണഗതിയിൽ കാസർഗോഡ് കോടതിയിൽ ഇങ്ങനെ ഒരു ബോംബ് ഭീഷണി വരേണ്ട സാഹചര്യം നിലവിലില്ല. കാരണം UAP കേസൊന്നും ഇപ്പോൾ ഇവിടെ ട്രയലിൽ വരുന്നില്ല. അതുപോലെ ഇപ്പോൾ തമിഴ്നാട്ടിലാരും ഇവിടെ പ്രതികളായി ഇല്ലയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ എങ്ങനെയാണ് ഈ ഭീഷണി ഈ കോടതിക്ക് വരാൻ കാരണം എന്ന് ഇപ്പോഴും അവ്യക്തമാണ്. വിശദമായ അന്വേഷണത്തിൽ അത് ഒറിജിനലാണോ ഫേക്കാണോ എന്നൊക്കെ വിശദമായ അന്വേഷണത്തിൽ മാത്രമേ ബോധ്യമാവും. അതൊന്നും പറയുന്നില്ല, പ്രത്യേകിച്ച് ഡിമാൻഡ്സ് ഒന്നും പറയുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നത്. മെയിലല്ല, വാട്സപ്പിൽ വക്കീലന്മാരെ ഗ്രൂപ്പിലൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അതിൽ പ്രത്യേകിച്ച് ഡിമാൻഡ്സ് ഒന്നും പറയുന്നില്ല. എന്തിനാണെന്ന് കൃത്യതയില്ല. അപ്പോൾ ഇടുക്കിയിലും ഇതുപോലെ ഭീഷണി ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ, മഞ്ചേരിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തെ ടാർഗറ്റ് ചെയ്യേണ്ട കാരണം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. വ്യാജ സന്ദേശത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കി സൈബർ പോലീസിന്റെ ഉൾപ്പെടെയുള്ള സഹായത്തോടെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് കുണിയ കോളേജിൽ കെട്ടിടത്തിന് മുകളിൽ കയറി വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ ഭീഷണി. BA അറബിക് 3ാം വർഷ വിദ്യാർത്ഥി അഹമ്മദ് ഷംഷാദാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. ഇന്ന് രാവിലെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നോട്ടീസ് ഷംഷാദിന് ലഭിച്ചിരുന്നു. തുടർന്നാണ് വിദ്യാർത്ഥി കെട്ടിടത്തിന് മുകളിൽ കയറിയത്. കോളേജിലെ പുതിയ നിയമങ്ങൾക്കെതിരെ വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കാൻ ശ്രമിച്ചതിനാണ് ഷംഷാദിനെ സസ്പെൻഡ് ചെയ്തത്. പുല്ലൂർപെരിയ പഞ്ചായത്തിൽ BJP അംഗത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമാക്കുക വഴി കോൺഗ്രസിന്റെ മരണം സംഭവിച്ചിരിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ മത്സരിച്ച് വിജയിച്ച മെമ്പർമാരെ അനുമോദിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJPയുടെ ഏക അംഗത്തെ പുല്ലൂർപെരിയ പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമാക്കുക വഴി കോൺഗ്രസിന്റെ മരണമാണ് കാസർഗോഡ് ജില്ലയിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ പറഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ പുല്ലൂർപെരിയ പഞ്ചായത്തിലും തൃശൂരിലെ മറ്റത്തൂർ മോഡലാണ് നടന്നിരിക്കുന്നത് എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്ക് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ BJPയുടെ അംഗത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാക്കുക വഴി കോൺഗ്രസിന്റെ രാഷ്ട്രീയ മരണമാണ് നമ്മൾ കണ്ടത്. രാജ്യത്താകെ കോൺഗ്രസ് മതനിരപേക്ഷത പറഞ്ഞു നടക്കുന്നുണ്ട്. മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിനിടയിൽ വീടുകൾ കയറി അവർ പ്രചരിപ്പിച്ചത് UDF തകർന്നാൽ BJP ആണ് വളരുക, അതുകൊണ്ട് നിങ്ങൾ UDFന് വോട്ട് ചെയ്യണം. BJPയെ നേരിടാൻ UDFനെ കഴിയുള്ളൂ. അങ്ങനെയെല്ലാം ന്യൂനപക്ഷ വിഭാഗത്തിനിടയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന പ്രചാരവേല നടത്തിയവർ അധ്യക്ഷന്മാരുടെയും ഉപാധ്യക്ഷന്മാരുടെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെയും തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എവിടെ പോയി നിങ്ങൾ? BJPയെ തടയാൻ ഞങ്ങളാണ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ അവകാശവാദം ഉന്നയിച്ചവർ മറ്റത്തൂർ തൃശൂർ ജില്ലയിലെ ഒരു ഗ്രാമപഞ്ചായത്താണ്. കാഞ്ഞങ്ങാട് നഗരസഭാ അധ്യക്ഷൻ VV രമേശൻ, പുല്ലൂർപെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ CK സബിത, അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സോയ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ K സബീഷ്, TV രാധിക, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മാടിക്കാൽ നാരായണൻ, PK മഞ്ജിഷ തുടങ്ങിയ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ മത്സരിച്ച് വിജയിച്ച മെമ്പർമാരെ ഷോൾ അണിയിച്ച് MV ജയരാജൻ അനുമോദിച്ചു. രമേശൻ കണ്ണൂത്ത് അധ്യക്ഷത വഹിച്ചു. KV കൃഷ്ണൻ, PK നിശാന്ത്, VV രമേശൻ, CK സബിത, VV തുളസി, KK സോയ, K സബീഷ്, TV രാധിക എന്നിവർ സംസാരിച്ചു. P ജ്യോതി ബസു സ്വാഗതം പറഞ്ഞു. ചാലിങ്കാൽ സുശീല ഗോപാലൻ നഗറിൽ നിന്നും ആരംഭിച്ച് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് സമാപിച്ച ആഹ്ലാദ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. പായസ വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വികസിത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമെന്ന ഗവർണർ ആർലേക്കർ.
കാഞ്ഞങ്ങാട് മഹാകവി എസ് രമേശൻ നായർ സ്മൃതി ട്രസ്റ്റിന്റെ പുരസ്കാരം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണെന്നും ധർമ്മപാതയിലൂടെ നമ്മുടെ കടമകൾ നിറവേറ്റാൻ സന്നദ്ധരാവണമെന്നും കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ പറഞ്ഞു. കാഞ്ഞങ്ങാട് മഹാകവി എസ് രമേശൻ നായർ സ്മൃതി ട്രസ്റ്റിന്റെ പുരസ്കാരം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. English is not my language. It is a foreign language. Why should I feel guilty if I don't understand foreign language? But certainly I should feel guilty if I am not able to speak Malayalam, because it is my language. So you will forgive me for not speaking in Malayalam because I don't understand. I feel guilty for that. Today we have gathered for a different function, and that function is to give something to the society. We have felicitated Shobhana ji, Malayalam ji, all other dignitaries here. Why we have done that? Because all of them have given something to the society. വിദേശ ഭാഷയായ ഇംഗ്ലീഷിൽ പ്രാവീണ്യം കുറയുന്നുവെന്നത് ഒരു വലിയ കുറ്റമൊന്നുമല്ല. എന്നാൽ സ്വന്തം ഭാഷയായ മാതൃഭാഷ അറിയാത്തത് വലിയ കുറവ് തന്നെയാണെന്ന് ഗവർണർ കൂട്ടിച്ചേർത്തു. ട്രസ്റ്റ് ചെയർമാൻ സുകുമാരൻ പെരിയച്ചൂരും ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി SP ഷാജിയും ചേർന്ന് പൗരാവലിക്കു വേണ്ടി ശ്രീ മുത്തപ്പൻ തിരുവപ്പന ശില്പം ഗവർണർക്ക് നൽകി. ചടങ്ങിൽ സമഗ്ര ചലച്ചിത്ര സംഭാവനയ്ക്കുള്ള രമേശൻ നായർ സ്മൃതി കലാരത്ന പുരസ്കാരം പ്രശസ്ത സംവിധായകൻ CB മലയിലിന് സമ്മാനിച്ചു. സാഹിത്യത്തിനുള്ള കലാരത്ന പുരസ്കാരം സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാസ്റ്ററുടെ പത്നി ശോഭന രവീന്ദ്രൻ ഏറ്റുവാങ്ങി. 25,000 രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. മികച്ച ക്ഷേത്രങ്ങൾക്കുള്ള ക്ഷേത്രകർമ്മ പുരസ്കാരം പാലക്കുന്ന് കഴകം കുഞ്ഞിക്കണ്ണൻ ആയത്താർക്കും കരിവള്ളൂർ മുച്ചിലോട്ട് വലിയച്ചൻ പ്രമോദ് കോമരവും ഏറ്റുവാങ്ങി. മികച്ച സാംസ്കാരിക പ്രവർത്തനത്തിനുള്ള പ്രഥമ സാംസ്കാരിക പുരസ്കാരം കാഞ്ഞങ്ങാട് ആർട്ട് ഫോറം ഭാരവാഹികളായ മോഹൻകുമാറും ചന്ദ്രൻ ആലാമിപ്പള്ളിയും ഏറ്റുവാങ്ങി. ചടങ്ങിൽ വെച്ച് ഡോക്ടർ മണികണ്ഠൻ മേലത്ത്, ശംസുദ്ദീൻ പാലക്കി, രാജൻ മുളിയാർ, സുകുമാരൻ ആശീർവാദ് എന്നിവരെ ആദരിച്ചു. आप पिछले 20 वर्षों से यंगरों की दुनिया में एक सक्रिय उपस्थिति रहे हैं। कला के साथ साथ सामाजिक सुधार में भी आपका बड़ा योगदान रहा है. ട്രസ്റ്റ് ചെയർമാൻ സുകുമാരൻ പെരിയച്ചൂർ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി SP ഷാജി സ്വാഗതം പറഞ്ഞു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം പ്രസിഡന്റ് ഫസൽ റഹ്മാൻ, ദാമോദരൻ ആർക്കിടെക്ട് എന്നിവർ സംസാരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് പിന്നണി ഗായകരായ VT സുധാകരൻ, മഹേഷ് മുന്നാട്, രജിത സുരേഷ് എന്നിവർ ആലപിച്ച രമേശൻ നായർ സ്മൃതി ഗാനാമൃതം സംഗീതമയമാക്കി. ബാലചന്ദ്രൻ കൊട്ടോടിയുടെ ഓടക്കുഴൽ വാദനവും പരിപാടിക്ക് മിഴിവേകി. ദേശീയഗാനത്തോടെ പരിപാടി സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മതപഠനത്തോടൊപ്പം കൃഷി മനപ്പാടമാക്കിയ മദ്രസ വിദ്യാർത്ഥികൾ മണ്ണിൽ അധ്വാനിച്ചുണ്ടാക്കിയത് ജൈവ പച്ചക്കറികളും മധുരക്കിഴങ്ങും. തൃക്കരിപ്പൂർ മുജമ്മ ഇഷ അദ് മദ്രസിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് കിതാബിലെ അറിവിനൊപ്പം കൃഷിയുടെ മേന്മ ചേർത്ത് വെച്ച് സമൂഹത്തിന് മാതൃകയായിട്ടുള്ളത്. +1 വിദ്യാർത്ഥി മുതൽ ബിരുദാനന്തര വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ദർസ് ഗ്രൂപ്പിലെ 9 പേരാണ് ഒഴിവു സമയങ്ങൾ ഫലപ്രദമായി വിനിയോഗിച്ച് പച്ചക്കറികളും മധുരക്കിഴങ്ങും കൃഷി ചെയ്തത്. പയർ, മുളക്, വെണ്ട, വഴുതന, ചീര, കോവൽ എന്നിവയൊക്കെ നന്നായി വിളഞ്ഞിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരവും കിട്ടുന്ന ഇടവേളകൾ കൃഷിയിടത്തിൽ അധ്വാനിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല വിളവ് ലഭിക്കുകയും ചെയ്തു. മതപഠനത്തോടൊപ്പം പ്രായോഗിക ജീവിതത്തിലെ പാഠങ്ങളും സ്വായത്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദർസിനോട് ചേർന്നുള്ള 60 സെന്റ് സ്ഥലത്ത് കൃഷി ഇറക്കിയത്. കൃഷി പരിപാലനത്തിനായി എല്ലാ ദിവസവും പ്രത്യേക ചുമതലകൾ വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പിലുള്ളവർക്കുണ്ട്. രാസവളങ്ങൾ ചേർക്കാതെ തികച്ചും ജൈവരീതിയിലാണ് കൃഷി എന്നതും ഇവർ നൽകുന്ന നല്ല പാഠമാണ്. സ്വന്തം കൈകളാൽ അന്നം കണ്ടെത്താനുള്ള പരിശ്രമവും ഒത്തൊരുമയുടെ വിജയവും ഇവരുടെ കൃഷിയിടത്തിലെത്തുന്നവർക്ക് കണ്ടറിയാനാവും. കൃഷിയെ സ്നേഹിക്കാനും തുടർന്ന് കൊണ്ടുപോകാനുമുള്ള വിദ്യാർത്ഥികളുടെ സംരംഭത്തിന് പൂർണ്ണ പിന്തുണയുമായി മുജമ്മ മാനേജ്മെന്റും അധ്യാപകരും ഇവർക്കൊപ്പമുണ്ട്.
പ്രകൃതി സ്നേഹവും സംരക്ഷണവും എന്ന ബോധ്യത്തിനോടൊപ്പം ഇസ്ലാം വിഭാവനം ചെയ്യുന്ന അധ്വാനശീലത്തിന്റെയും സന്തുലിത ജീവിതത്തിന്റെയും ഉദാഹരണമാണ് ദർസ് വിദ്യാർത്ഥികളുടെ കൃഷിത്തോട്ടമെന്ന് മദ്രസ കൺട്രോളർ അബ്ദുൾ ഖാദർ ഫാലിമി പറഞ്ഞു. പ്രിയപ്പെട്ട മക്കള് 9ഓളം മക്കള് ക്ലാസ്സിൻ്റെ ഇടയിൽ വന്ന ചർച്ചയിൽ ഒരു ഉപജീവന മാർഗം പലതും തേടുമ്പോൾ ഏറ്റവും നല്ല ഉപജീവന മാർഗമാണ് കൈത്തൊഴിൽ. ആ ചർച്ചയിൽ നിന്നാണ് നമ്മുടെ മക്കൾ ഒരുമിച്ച് കൂടി ഈ കൃഷിയിടം നടത്താം എന്ന ഒരു ചർച്ചയിലേക്ക് എത്തിയത്. ഇന്ന് ധാരാളം വ്യത്യസ്തങ്ങളായ കൃഷി നടത്തി അവർ രാവിലെയും വൈകുന്നേരവും കൃത്യമായി പ്ലാൻ ചെയ്ത് ക്ലാസ്സുകൾ മുടങ്ങാതെയാണ് ഓരോ വിദ്യാർത്ഥികളും ഇതിനെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പരിപാലനത്തിൻ്റെ വിളവ് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ആ കുട്ടികൾക്ക് വളരെ അഭിനന്ദനാർഹമായ കുട്ടികളാണ്. കഠിനാധ്വാനം ചെയ്ത് ഇവിടുത്തെ മണ്ണ് ഫലപുഷ്ടി കുറഞ്ഞ മണ്ണാണെങ്കിലും വ്യത്യസ്ത സ്ഥലത്ത് പോയിട്ട് മണ്ണ് ശേഖരിച്ചിട്ടാണ് ഈ മക്കൾ ഇവിടെ മണ്ണ് സ്വരൂപിച്ച് അതിലാണ് കൃഷി നടത്തുന്നത്. വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ സയ്യിദ് റാസ്തി മാട്ടൂൽ, അസ്ലം മണിയനുടി, ആഷിഖ് ആലക്കോട്, സാബിത് അരിപ്പാമ്പ്ര, ഗൽഫൻ കുണിയ, അബ്ദുള്ള കുണിയ, ഷുഹൈബ് ബേക്കൽ, തൗഫീഖ് ലക്ഷദ്വീപ് എന്നിവരാണ് കൃഷി പരിപാലനത്തിന് നേതൃത്വം വഹിക്കുന്നത്. 9 പേരിൽ സിവിൽ എഞ്ചിനീയർ, ബികോം, BA, ഡിഗ്രി, സൈക്കോളജി തുടങ്ങിയ കോഴ്സുകളിൽ പഠിക്കുന്നവരും കൃഷിക്കൂട്ടത്തിലുണ്ട്. മുതിർന്ന കർഷകരുമായി ആലോചിച്ചും ഉസ്താദുമാരുടെ നിർദ്ദേശത്തിലുമാണ് കൃഷി ചെയ്തു വരുന്നതെന്നും തുടർന്ന് സ്വന്തം വീടുകളിൽ കൃഷി ചെയ്യുന്നതിനും പദ്ധതിയിട്ടതായും ഗ്രൂപ്പിലെ അംഗമായ അബ്ദുള്ള കുണിയ പറഞ്ഞു. വിദ്യാർത്ഥികൾ ഒരു 9 പേരടങ്ങുന്ന ഒരു ബാച്ചാണ് ഈ കൃഷി ചെയ്യാൻ തീരുമാനിച്ചത്. പ്രവാചകന്മാരൊക്കെ കൃഷി ചെയ്തുകൊണ്ട് കൃഷിയല്ല അതുപോലെയുള്ള ഉപജീവന മാർഗ്ഗങ്ങൾ തേടി എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതുപോലെ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന താല്പര്യത്തിലാണ് ഞങ്ങൾ ചെയ്യാൻ ആരംഭിച്ചത്. ഇവിടെ ഇപ്പോൾ ചീര, അതുപോലെ തന്നെ വെണ്ടക്ക, വഴുതനങ്ങ, അതുപോലെ തന്നെ മധുരക്കിഴങ്ങ്, പച്ചമുളക് അങ്ങനെയുള്ള കുറച്ച് കൃഷികളാണ് ഇപ്പോൾ നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. ഇതൊക്കെ മുതിർന്ന കർഷകരുമായി ആലോചിച്ചിട്ട് അവരുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. ഓരോരുത്തരും അവരവരുടെ വീട്ടിൽ ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പടന്നക്കാട് കാർഷിക കോളേജ്, കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച MS സ്വാമിനാഥൻ മെമ്മോറിയൽ പ്രഭാഷണം നടന്നു. കോളേജിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. 38ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ ഭാഗമായി KCSTEയുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ MS സ്വാമിനാഥൻ അനുസ്മരണ പ്രഭാഷണം പടന്നക്കാട് കാർഷിക കോളേജിൽ സംഘടിപ്പിച്ചു. ഭക്ഷ്യസുരക്ഷയോടൊപ്പം കാർഷിക സമൃദ്ധിയിലേക്കുള്ള നൂതന സാങ്കേതിക വിദ്യകളുടെ പങ്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തിയ മുഖ്യപ്രഭാഷണം ICRI SAT ഡയറക്ടർ ജനറൽ ഡോക്ടർ ഹിമാൻഷു പദക് നിർവഹിച്ചു. One of our former presidents, President of India, they said, what is the single most achievement of independent India? After independence, this country has achieved a lot. But they asked, what could be number one, single most important one? And Honorable President replied that this country became self-sufficient in food production and food trade. പരിപാടിയിൽ ഡീൻ കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ പടന്നക്കാട് ഡോക്ടർ T സജിത റാണി സ്വാഗത പ്രസംഗം നടത്തി. P ഹരിനാരായണൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ P സുജന പാൽ, ഡോക്ടർ മിനി PK എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ വിവിധ കാർഷിക ശാസ്ത്രജ്ഞരും വിദ്യാർത്ഥികളും പങ്കെടുത്ത പരിപാടിയിൽ R ചന്ദ്രപ്രതാപ് നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കുരുന്നുകൾക്ക് ഏറെ ഇഷ്ടമുള്ള പാവകൾ കഥാപാത്രങ്ങളായി മുന്നിലെത്തിയപ്പോൾ അവർക്കത് അത്ഭുതമായി മാറി. കർട്ടന് പിന്നിൽ ഇളകിയാടിയ പാവകൾ വ്യക്തി ശുചിത്വത്തിന്റെയും പരിസര ശുചിത്വത്തിന്റെയും പ്രാധാന്യം അവരെ ബോധ്യപ്പെടുത്തി. പടന്ന പഞ്ചായത്തിലെ ഉദിനൂർ തെക്കുപുറം മാതൃക അംഗൻവാടിയിലെ കുട്ടികളുമായാണ് പാവനാടകത്തിലൂടെയും പാട്ടിലൂടെയും കഥകൾ പറഞ്ഞും സംവദിച്ചത്. ആഹാരം, ശുചിത്വം എന്നിവയുമായി ബന്ധപ്പെട്ടാണ് പുതുവത്സരത്തിന്റെ ആദ്യ ആഴ്ചയിൽ തന്നെ ആകർഷകമായ പാവനാടകം അവതരിപ്പിച്ചത്. വല്ലാതെ വിഷമിച്ചു. ഇങ്ങനെയുള്ളപ്പോൾ സിംഹത്തിന്റെ രക്ഷപ്പെടണമെന്നോർത്തു എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് ഒരു മീറ്റിംഗ് ഉണ്ടാക്കി. ആ മീറ്റിംഗിൽ സിംഹം കാരണം എല്ലാവരും എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിച്ചു. ഇതിനെങ്ങനെയെങ്കിലും ഒരു തീരുമാനമുണ്ടാക്കണം എന്ന് കരുതിയ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ചെന്നായ മറ്റു മൃഗങ്ങളോട് ഒരു ഐഡിയ പറഞ്ഞു.
റിട്ടയർഡ് പ്രഥമാധ്യാപകനായ പ്രമോദ് അടുത്തിലെയാണ് അംഗൻവാടി കുരുന്നുകളോട് ചോദ്യം ചോദിച്ചും കഥാപാത്രങ്ങളെ കാണിച്ചും ചലിക്കുന്ന പാവകളെ കാട്ടിക്കൊടുത്തത്. അംഗൻവാടി വർക്കർ KV ശൈലജ, ഹെൽപ്പർ K മിനിത, വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളായ AG കമറുദ്ദീൻ, N മൊയ്തു, PR അനു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ചരിത്രപ്രസിദ്ധമായ നീലേശ്വരം മരക്കാപ്പ് കടപ്പുറം സിയാറത്തുങ്കര മഖാമുറൂസ് സമാപന സമ്മേളനം നടന്നു. കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് മുബാറക് ഹസൈനാർ ഹാജി ഉദ്ഘാടനം ചെയ്തു. ചരിത്രപ്രസിദ്ധമായ നീലേശ്വരം മരക്കാപ്പ് കടപ്പുറം സിയാറത്തുങ്കര മഖാമുറൂസിന് സമാപനമായി. കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് മുബാറക് ഹസൈനാർ ഹാജി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ സദസ്സിനെ കാണുമ്പോൾ അല്ല എനിക്ക് സന്തോഷമുള്ളത്, സദസ്സിനെ നോക്കി മാത്രമല്ല, പൊതുവെ നോക്കിയാൽ ഈ സദസ്സല്ല നോക്കേണ്ടത്, സദസ്സിന് പുറത്താണ് നമ്മൾ നോക്കേണ്ടത്. കാരണം നാനാജാതി മതസ്ഥർ, ജാതി ഭേദമന്യേ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി ഈ കടലിൻ്റെ ഈ നമ്മുടെ ജമാഅത്ത് പള്ളിയുടെയും പരിസരത്ത് മറപ്പെട്ട് കിടക്കുന്ന ബഹുമാനപ്പെട്ട വലിയുള്ളാഹി മഹാനവറുകളുടെ ഈ ദർഗയിൽ, ഈ മക്കാമിൽ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ അവരുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ഇവിടെ എത്തുകയാണ്. ഇത് ഇന്ന് തുടങ്ങിയതല്ല. കേരളത്തിൽ, അതായത് ഉത്തര മലബാറിൽ നമ്മുടെ സംയുക്ത ജമാഅത്തിൽ 75 ജമാഅത്തിൽ തന്നെ ഒട്ടും കുറവല്ലാത്ത ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന സിയാറത്തുങ്കര മരക്കാപ്പ് കടപ്പുറം സിയാറത്തുങ്കര പറയുന്ന സ്ഥലമാണിത്. സിയാറത്തുങ്കര ജമാഅത്ത് പ്രസിഡന്റ് അഷ്റഫി ആറങ്ങാടി അധ്യക്ഷത വഹിച്ചു. ട്രഷറർ V ഷാഫി, സെക്രട്ടറി നിസാം PK, ഷാദുലി P, അബ്ദുൽ ജബ്ബാർ നിസാമി തിരുവട്ടൂർ, സാധു സംരക്ഷണ കമ്മിറ്റി ട്രഷറർ V മുഹമ്മദ് കുഞ്ഞി, വോളണ്ടിയേഴ്സ് ക്യാപ്റ്റൻ അഷ്റഫ് കണിച്ചിറ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സയ്യിദ് സൈനുദ്ദീൻ ബുഖാരി കുരിക്കുഴി തങ്ങൾ മുഖ്യപ്രഭാഷണവും കൂട്ടുപ്രാർത്ഥനയ്ക്ക് നേതൃത്വവും നൽകി. ജമാഅത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഷ്റഫ് ചീനമ്മാടം സ്വാഗതവും ഉറൂസ് കമ്മിറ്റി ജോയിന്റ് കൺവീനർ A മുസ്തഫ നന്ദിയും പറഞ്ഞു. തുടർന്ന് മെഗാ ദഫ് പ്രദർശനവും നടന്നു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. RDX അടങ്ങിയ ഒരു മനുഷ്യ ചാവേർ ബോംബ് സ്ഥാപിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1:15 മുമ്പ് ജഡ്ജിമാരെ ഒഴിപ്പിക്കുക. കാസർഗോഡ് ജില്ലാ കോടതി സമുച്ചയത്തിൽ ബോംബ് സ്ഥാപിച്ചിട്ടുണ്ടെന്ന ഭീഷണി സന്ദേശം എത്തിയത് പരിഭ്രാന്തിക്കും ആശങ്കയ്ക്കും ഇടയാക്കി. ഇന്ന് പുലർച്ചെ 3:22 കോടതി സമുച്ചയത്തിൽ ബോംബ് വെച്ചതായി ഇമെയിൽ സന്ദേശം എത്തിയത്. കാസർഗോഡ് കുണിയ കോളേജിൽ കെട്ടിടത്തിന് മുകളിൽ കയറി വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ ഭീഷണി. BA അറബിക് 3ാം വർഷ വിദ്യാർത്ഥി അഹമ്മദ് ഷംഷാദാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. ഇന്ന് രാവിലെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് നോട്ടീസ് ഷംഷാദിന് ലഭിച്ചിരുന്നു. തുടർന്നാണ് വിദ്യാർത്ഥി കെട്ടിടത്തിന് മുകളിൽ കയറിയത്. കോളേജിലെ പുതിയ നിയമങ്ങൾക്കെതിരെ വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കാൻ ശ്രമിച്ചതിനാണ് ഷംഷാദിനെ സസ്പെൻഡ് ചെയ്തത്. പുല്ലൂർപെരിയ പഞ്ചായത്തിൽ BJP അംഗത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമാക്കുക വഴി കോൺഗ്രസിന്റെ മരണം സംഭവിച്ചിരിക്കുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ മത്സരിച്ച് വിജയിച്ച മെമ്പർമാരെ അനുമോദിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൊഗ്രാൽ പുത്തൂർ ചൌക്കി ഓട്ടോ തൊഴിലാളി സംഘടനയുടെ 3ാം വാർഷിക സമ്മേളനം നടന്നു. മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KA അബ്ദുള്ള കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു. വികസിത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമെന്ന് ഗവർണർ R ലേക്കർ. കാഞ്ഞങ്ങാട് മഹാകവി S രമേശൻ നായർ സ്മൃതി ട്രസ്റ്റിന്റെ പുരസ്കാരം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുല്ലൂർപെരിയയിലും പൈവളികയിലും സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പിൽ BJP UDF കൂട്ടുകെട്ട്. സംഭവത്തിൽ വിമർശനവുമായി CPM രംഗത്തെത്തി. കോലി സഖ്യമെന്ന CPM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ വിമർശിച്ചു. സംഭവത്തിൽ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം നയം വ്യക്തമാക്കണമെന്നും ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടു. ചാമുണ്ടിക്കുന്ന് ശ്രീ വിഷ്ണു ചാമുണ്ടി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.